സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലവിലുള്ളത്. 9 ജില്ലകളിൽ NDRF ടീമിനെ നിയോഗിച്ചിട്ടുണ്ടെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. ആവശ്യമെങ്കിൽ മലയോര മേഖലകളിൽ രാത്രിയാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. നേരത്തെ പറഞ്ഞിരുന്നതിൽ നിന്ന് ഒരു മോഡറേറ്റ് റെയിനിൻ്റെ സ്വഭാവം മാറി അതിശക്തമായ മഴയോ അതിതീവ്രമായ മഴയോ മറ്റന്നാൾ വരെ കേരളത്തിലുണ്ടാകും എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത. നമ്മുടെ സംസ്ഥാനത്ത് സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 9 NDRF ടീമിനെ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ വിന്യസിപ്പിച്ച് കഴിഞ്ഞു. കേരളത്തിലുള്ളത് ഇടുക്കി ജില്ല, പത്തനംതിട്ട ജില്ല, ആലപ്പുഴ ജില്ല, എറണാകുളം, മലപ്പുറം, കൊല്ലം, കോഴിക്കോട്, തൃശ്ശൂർ, വയനാട് ഈ 9 ജില്ലകളിലാണ് ഇപ്പോൾ ദേശീയ ദുരന്ത നിവാരണ സേനയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ള NDRF ടീമിനെ വിനിയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മലയോരത്ത് പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് രാത്രി യാത്ര നിരോധിക്കാനുള്ള ഒരു പൊതു ചർച്ചയാണ് കളക്ടർമാരുടെ യോഗത്തിനിടയിൽ ഉയർന്നു വന്ന ആവശ്യമായി വന്നത്. അത്തരം അനിവാര്യമായ ഘട്ടത്തിൽ ആ യാത്ര നിരോധിക്കാം എന്ന് തന്നെയാണ് സർക്കാർ ഇന്ന് ഈ ചർച്ചയുടെ ഭാഗമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തത്. വിശദാംശങ്ങളുമായി മാനസ ചേരുകയാണ്. മാനസ, മന്ത്രി സൂചിപ്പിച്ചതുപോലെ മോഡറേറ്റ് റെയിൻ എന്നതിന് പകരം കനത്ത മഴയിലേക്ക് സംസ്ഥാനത്തെ സാഹചര്യം നീങ്ങുകയാണ്. പൊതുവെ സംസ്ഥാനത്ത് പുതിയൊരു അലർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അതിലെന്താണ് പറയുന്നത്? ഒപ്പം തിരുവനന്തപുരം ജില്ലയുടെ സവിശേഷ സാഹചര്യം കൂടി. തീർച്ചയായും നീലിമ, കഴിഞ്ഞ മണിക്കൂർ വരെ 12 ജില്ലകളിലായിരുന്നു മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നതെങ്കിൽ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം 14 ജില്ലയിലും മഴ മുന്നറിയിപ്പ് ഉണ്ട്. നിലവിൽ തിരുവനന്തപുരത്ത് ഓറഞ്ച് അലർട്ടാണ്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും അതോടൊപ്പം തന്നെ 6 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമാണ് നിലവിൽ സംസ്ഥാനത്ത് തുടരുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിയും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വരുന്ന 3 ദിവസം ഇത്തരത്തിൽ അതിതീവ്രമായതോ അല്ലെങ്കിൽ അതിശക്തമായതോ മഴയ്ക്ക് തന്നെയാണ് സാധ്യത. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, മധ്യവടക്കൻ ജില്ലകളിലായിരുന്നു മഴ ശക്തമായിരുന്നതെങ്കിൽ തെക്കൻ മേഖലകളിലും മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത്. സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം തന്നെയാണ് മഴ കൊണ്ട് ഉണ്ടാകുന്നത്. പത്തനംതിട്ടയിലും ചില മേഖലകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്തും സമാന സ്ഥിതിയാണ്. വെള്ളക്കെട്ട് ഇല്ല എങ്കിൽ കൂടിയും വീടുകളൊക്കെയും തകരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കാട്ടാക്കട മേഖലയിലും രാവിലെ ഇത്തരത്തിൽ വീടുകളിൽ വെള്ളം കയറി തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇത്തരത്തിൽ മഴ തീവ്രമായി തുടരുന്ന ഈ സാഹചര്യത്തിൽ മലയോര മേഖലകളിലേക്കുള്ള രാത്രി യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യം വന്നാൽ ഏർപ്പെടുത്തണമെന്ന് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് അല്പസമയം മുൻപ് മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ കളക്ടർമാരെ വിളിച്ച് യോഗം ചേർത്തത്. ഓൺലൈനായിരുന്നു യോഗം. യോഗത്തിലും കളക്ടർമാർ നിർദ്ദേശിച്ച ഒരു പ്രധാന അറിയിപ്പായിരുന്നു ഇത്തരത്തിൽ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ പോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് രാത്രി യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നത്. അതോടൊപ്പം തന്നെ ഈ മധ്യ കേരളം വരെ ഈ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നതിൻ്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ വ്യാപക മഴ ലഭിക്കുന്നത്. അത് വരുന്ന ദിവസങ്ങളിലും തുടരും. നിലവിൽ ഓറഞ്ച് അലർട്ട് ഇല്ല എങ്കിൽ കൂടിയും മറ്റ് യെല്ലോ അലർട്ടുള്ള ജില്ലകൾ ഓറഞ്ച് അലർട്ടിന് സമാനമായ രീതിയിൽ തന്നെ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ റെഡ് അലർട്ട് ഒരു ജില്ലയിലും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ കൂടിയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും അറിയിക്കുന്നുണ്ട്. ഒപ്പം തീരദേശ മേഖലകളിലും അതീവ ജാഗ്രത തുടരേണ്ട സാഹചര്യം തന്നെയാണ്. ഈ മഴ കനക്കുന്ന ജില്ലകളിലൊക്കെയും ഈ 9 ജില്ലകളിലാണ് നിലവിൽ NDRF സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ആവശ്യമെങ്കിൽ മറ്റു ജില്ലകളിലും ഇത്തരത്തിൽ സംഘത്തെ നിയോഗിക്കാനുള്ള സാഹചര്യം നിലവിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരത്തിൽ നിയോഗിക്കപ്പെടും എന്ന് തന്നെയാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എങ്കിൽ കൂടിയും കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് വലിയ രീതിയിൽ തന്നെയാണ് മഴ ലഭിച്ചത്. കാലവർഷത്തിൽ ഏറ്റവും കൂടുതൽ മഴയാണ് ഈ ഒരു ദിവസം കൊണ്ട് സംസ്ഥാനത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എങ്കിൽ കൂടിയും ചില ഡാമുകൾ തുറന്നിരിക്കുകയാണ്. ഡാമുകൾ ഉള്ള പ്രദേശങ്ങളിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ആവശ്യമായ വെള്ളം മാത്രമാണ്
ഡാമുകളിൽ നിന്നും ഒഴുകുന്നത്. ഇത്തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ജില്ലാ കൺട്രോൾ റൂമുകൾ പ്രവർത്തന സജ്ജമാണ്. 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണ്. എന്തെങ്കിലും അപകട സാഹചര്യങ്ങൾ കാണുകയാണെങ്കിൽ ജനങ്ങൾ ഈ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണം, അധികൃതരെ അറിയിക്കണം, ആവശ്യാനുസരണം മാറി താമസിക്കണം. ഇത്തരത്തിൽ മലയോര മേഖലകളിലാണ് അതീവ ജാഗ്രത പാലിക്കേണ്ടത്. ഈ കോട്ടയം, ഇടുക്കി മേഖലകളിലൊക്കെയും മലയോര മേഖലകളിലാണ് അതിതീവ്ര മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തും സമാന സ്ഥിതി തന്നെയാണ്. മലയോര മേഖലകളിൽ നല്ല രീതിയിൽ തന്നെ മഴ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് മലയോര മേഖലകളിൽ അതീവ ജാഗ്രത. സംസ്ഥാനത്തിന്റെ സമഗ്ര ചിത്രമാണ് മാനസ പങ്കുവച്ചത്.